ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം എങ്ങനെ നിങ്ങൾ എടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. കാരണം കുറച്ച് ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഒരു ഉമ്മാൻ്റെ ഓഡിയോ ക്ലിപ്പ് കേൾക്കുന്നുണ്ട്. കാരണം അതാരെക്കുറിച്ചാണെന്നും നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ഞാനിപ്പോൾ പറയാം. നമ്മൾ ജാസിയുടെ കൂടെയുള്ള പാർട്ട്ണറുടെ ഉമ്മയാണ് ആ വീഡിയോ ക്ലിപ്പ് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്കത് കേട്ട് കഴിഞ്ഞപ്പം എന്നെ തന്നെയാണ് ആ ഉമ്മയുടെ വാക്കുകളിലൂടെ ഞാൻ കണ്ടത്. കാരണം ലൈഫിൽ നമ്മൾ ഒരു സിറ്റുവേഷൻ എത്തി നിൽക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വരുന്നതും നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ചെറുതാണ്, പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ. നിങ്ങളിൽ പല ആൾക്കാരും വന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട്, മകളെ ജീവിക്കാൻ വിട് എന്നൊക്കെ നിങ്ങളെല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. പക്ഷെ മകൾ ജീവിക്കേണ്ട ആരോടെ ആണെന്ന് നമ്മളെപ്പോഴും ചിന്തിക്കണം. അന്നേരം ജാസിയുടെ പാർട്ട്ണറുടെ ഉമ്മയോട് എനിക്ക് പറയാനുള്ളത്, ആ ഉമ്മയുടെ പെയിൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പുറത്തിനി എന്തൊക്കെ വരുമെന്ന് എനിക്കറിയില്ല. കാരണം ജാസിയുടെ വീഡിയോ ഇതിനു മുമ്പ് ദുബായിൽ വെച്ച് ജാസി ചെയ്ത വീഡിയോകളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ജാസി നാട്ടിൽ വന്ന സമയത്തും ഒരു സിറ്റുവേഷൻ ഞങ്ങളുടെ ജാസി ഒരു ലേഡി ആയിട്ട് വേഷം കെട്ടി, ഇല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് ഞാൻ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി, ഒരു സ്ത്രീ ആവാനുള്ള ഹോർമോൺ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങി. ഞാൻ മേളിൽ സർജറി കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ജാസി പറയുന്ന ഒരു ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇവർ ഗേ കപ്പിൾ എന്നുള്ള രീതിയിലാണ് അറിയപ്പെട്ടിരുന്നതും ഇവർ ആ ലെവലാണ് ജീവിച്ചിരുന്നതും. പെട്ടെന്നൊരു രീതിയിൽ വന്നിട്ട് മാറാൻ എന്താ കാര്യമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ മിക്ക വീടുകളും പറയുന്നത് ജാസിക്ക് അവിടെ ദുബായിൽ ജീവിക്കാൻ പറ്റത്തില്ല, കാരണം അവിടെ ആൾമാർട്ടം പറ്റത്തില്ല. ഞാനും ദുബായ് ജീവിച്ചിട്ടൊരാളാണ്. ഒരിക്കലും ഞാൻ ഒരു പെണ്ണായിട്ട് ഒരു ആൺവേഷം കെട്ടി പുറത്ത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. അത് ആർക്കായാലും പറ്റത്തില്ല. ശരി, ജാസി അതുകൊണ്ടായിരിക്കും നാട്ടിലെത്തിയതും. ഇങ്ങനെ ഒരു രീതി അവിടെ ഗേ കപ്പിളായിട്ട് തന്നെ ജീവിക്കാം, അതിനും ഒരു തെറ്റുമില്ല. അവിടെ പല ആൾക്കാരും അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, പല രീതിയിലും ജീവിക്കുന്ന ആൾക്കാരുണ്ട്, പലതും കാണിക്കുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു വേഷം കെട്ടൽ അവിടെ നടക്കത്തില്ല. അന്നേരം ഇപ്പം മിക്ക യൂട്യൂബ് ചാനൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം, ജാസിയുടെ വീഡിയോ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് കാണാം. അതിൽ പല രീതിയിലും ജാസി പല ആൾക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ ജാസിയുടെ രീതികൾ പറയുന്നുണ്ട്, എല്ലാം മതത്തെക്കുറിച്ച് സംസാരിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അതെല്ലാം അവിടെ ഇരിക്കട്ട്, ഈ ജാസി എന്ന് പറയുന്ന ആ പുള്ളിയും ഇതിനു മുമ്പ് ഒരു കല്യാണം കഴിച്ചതാണ്. ഈ ജാസിയുടെ പാർട്ട്ണർ എന്ന് പറയുന്ന ആ പുള്ളിയും വേറൊരു കല്യാണം കഴിച്ചതാണ്. ഇവർക്ക് മാക്സിമം ഒരു 25 വയസ്സൊന്നും അല്ല, ഇവർക്കൊരു 30 വയസ്സിന് മേപ്പോട്ട് പ്രായം ഉണ്ടെന്നാണ് എനിക്ക് ഫീലായത്. രണ്ടുപേരെ കണ്ടിട്ട് എനിക്ക് ഫീലായത് അതാണ്. അന്നേരം ഞാൻ ചോദിക്കുകയാണ്, ഇവർക്ക് ഇല്ലെങ്കിൽ ജാസിക്ക് ഇത്രയും സമയം വേണമായിരുന്നോ? ജാസിയുടെ ഹോർമോൺ ഒരു വുമണിൻ്റെ ആണെന്ന് തിരിച്ചറിയാൻ ഇത്രയും കാലം വേണ്ടി വന്നോ? കാരണം ജാസി കല്യാണം കഴിക്കുമ്പം ആ സമയത്ത് ജാസി അറിഞ്ഞില്ലേ ജാസിയുടെ ഹോർമോൺ ഒരു ലേഡിയുടെ ആണെന്നോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കുള്ള ഹോർമോൺ ആണെന്ന് ജാസി അന്ന് അറിഞ്ഞില്ലേ? കാരണം ആ സ്ത്രീയുടെ 1 മാസം അങ്ങോട്ട് ജീവിച്ചിട്ടാണ് അവർ ഡിവോഴ്സായ. എത്ര വർഷം ജീവിച്ചെന്ന് എനിക്കറിയില്ല. മറ്റേ ആൾക്കും ഇതേ കണക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. അവരും ശരിക്കും ആ ഒരു രീതിയിൽ ഒരു മനുഷ്യർക്ക് കൂടെ ജീവിക്കാൻ പറ്റാത്ത അവർ രണ്ടുപേരും ഡിവോഴ്സ് ആയതിൽ ഈ രണ്ടുപേരും രണ്ട് രീതി വന്ന് ഇപ്പോൾ ദുബായിൽ വന്ന് ഒന്നിച്ച് ഇവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയതും അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ ഇവർ ഇപ്പം ജാസി അങ്ങനെ ആയതിന് ഞാൻ ജാസിനെ തെറ്റ് പറയുന്നില്ല. ജാസി ചിലപ്പം ഇങ്ങനെയുള്ള ഹോർമോൺ ചേഞ്ചസ് കൊണ്ടായിരിക്കും ജാസി അങ്ങനെ ആയത്, സമ്മതിച്ചു. പക്ഷേ എനിക്ക് ജാസിയുടെ പാർട്ട്ണറോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഉമ്മാനെ ഈ 10 മാസമായിട്ട് കണ്ടിട്ടില്ല? പിന്നെ നിങ്ങളുടെ ഉമ്മ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാലോ ഇല്ലെങ്കിൽ ഒരു കോൾ ചെയ്താലോ ഈ ജാസി പല രീതിയിൽ അനാവശ്യമായ വാക്കുകൾ പറയുന്നു എന്ന് നിങ്ങളുടെ ഉമ്മയുടെ വീഡിയോ ക്ലിപ്പിൽ തന്നെ കേൾക്കാം. അവർ ഇങ്ങനെ പറയുന്നുണ്ടെന്ന്. നിങ്ങൾ ഇല്ലെങ്കിൽ ഈ ജാസി എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ അത്രയും തെറികൾ വിളിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്.
ഇപ്പം സ്വന്തം ഉമ്മാനെ അല്ലെങ്കിൽ നിങ്ങളെ പെറ്റ് വളർത്തി നിങ്ങളെ ഇത്രയും ലെവലാക്കിയത്, അല്ലെങ്കിൽ ജാസിയോടൊപ്പം ഇരിക്കാൻ നിങ്ങളെ ഇത്രയും പക്വത ആക്കിയത് നിങ്ങളുടെ ഉമ്മാനെയാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന പാർട്ട്ണർ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും തെറികളും ചീത്തകളൊക്കെ പറയുന്നത്. അന്നേരം അത് കേട്ടുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നാണ് എനിക്ക് അറിയേണ്ടത്. കാരണം നിങ്ങൾ ഒരു 10 20 വയസ്സുള്ള ഒരാളല്ല, പക്വതയായ ഒരു പുരുഷനാണ്, ലോകം കണ്ട മനുഷ്യനാണ്, തിരിച്ചറിവുള്ള മനുഷ്യനുമാണ്. പിന്നെ ഇതിനിടയ്ക്ക് നിങ്ങൾ വേറൊരു വീഡിയോയും പണ്ട് ഇറക്കിയിട്ടുണ്ടാകും, ജാസി ഇടിച്ച് നിങ്ങളുടെ മുഖമൊക്കെ പപ്പടാക്കിയ വീഡിയോയും ഇറക്കിയിട്ട് നിങ്ങൾ നന്ദന എന്ന് പറയുന്നൊരു കുട്ടിയാണ്, ആ കുട്ടിയുടെ ഒപ്പം പോയി നിന്ന് ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കാണിച്ചു കൂട്ടിയതാണ്. പക്ഷേ നിങ്ങളുടെ ഉമ്മ ഒരു പ്രായമായിരിക്കുന്ന സ്ത്രീയാണ്. അന്നേരം അവരോട് നിങ്ങൾക്കൊരു ബഹുമാനം ഇല്ലാതെ, അവരെ ബഹുമാനിക്കാത്ത നിങ്ങൾ എങ്ങനെയാണ് സ്ത്രീകളെ ബഹുമാനിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സ്വന്തം ഉമ്മാനെ ബഹുമാനിക്കാത്തൊരു വ്യക്തി, അല്ലെങ്കിൽ സ്വന്തം പെറ്റമ്മ ബഹുമാനിക്കാത്തൊരു വ്യക്തി ലോകത്തൊരു സ്ത്രീകളെ ബഹുമാനിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കേട്ടോ, ഉള്ളത് പറയാമല്ല, വേറെ ഒന്നും തോന്നരുത് ബ്രോ, ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ട്. സ്വന്തം ഉമ്മാനെ നോക്കാത്ത ആൾക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഒരു വേറൊരു സ്ത്രീനെ നോക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ അതനുസരിച്ച് ജീവിക്കാനും നിങ്ങൾക്ക് പറ്റത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഞാൻ എവിടെയും വേണമെങ്കിലും പറയാം. പിന്നെ അതേ സിറ്റുവേഷനിൽ കടന്നു പോകുന്നൊരു സ്ത്രീ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. അതേ മെത്തേഡിൽ പറയാതെ വയ്യ. പിന്നെ ഈ ലോകത്ത് പെട്ടെന്ന് ഒരാണിന് ഒരു പെണ്ണാകാം, അതുപോലെ ഒരു പെണ്ണിന് എത്രയും പെട്ടെന്ന് വേഗത്തിലൊരു ആണും ആവാം. കാരണം എൻ്റെ ചെറുതിലൊന്നും ഞാൻ ഇങ്ങനെയുള്ള മനുഷ്യരെയൊന്നും കണ്ടിട്ടേ ഇല്ല ജീവിതത്തിൽ. കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. 1000-ൽ 1-2 ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. അവരെ സമൂഹത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത് നമ്മൾ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയുള്ള പല മനുഷ്യരും അനുഭവിച്ച പല കാര്യങ്ങളും അവർ പല ഇൻ്റർവ്യൂവിലും വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുപോലൊന്നും ഈ ജാസിയുടെ പാർട്ട്ണറോ അനുഭവിച്ചതായിട്ട് എനിക്കറിയില്ല. കാരണം പല ആൾക്കാരും, മറ്റേ സിത്താര, അവരൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചതും അതുപോലെ പല ആൾക്കാരും അവരവരുടെ നേരായ കാര്യങ്ങൾ വന്ന് നമ്മളോട് ലൈഫ് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അവരനുഭവിച്ച ജീവിത കാര്യങ്ങളും എല്ലാം. ഈ ഒരു സ്ത്രീ ആവാൻ വേണ്ടിയിട്ട് അവരനുഭവിച്ച കാര്യങ്ങൾ, ആ ജീവിതത്തിൽ നമ്മൾ പല രഞ്ജിമാർ, അതുപോലെ പല ആൾക്കാരെ നമുക്ക് ഉദാഹരണത്തിന് അവരെയൊക്കെ എടുക്കാം. പക്ഷേ അവരുടെ ലെവലൊന്നും ജാസി എത്തിയോ എന്ന് എനിക്കറിയില്ല. വേറെ ഒന്നും വിചാരിക്കരുത് ജാസി അങ്ങനെ പറഞ്ഞത് കൊണ്ട്. നിങ്ങളെ ഞാൻ കണ്ടതൊരു പുരുഷനായിട്ട് തന്നെയാണ്. പക്ഷേ നമ്മളിനി എങ്ങനെയൊക്കെ എന്തൊക്കെ വീഡിയോ ചെയ്താലും ഏതൊക്കെ ലെവൽ നിങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി. അല്ലാതെ നിങ്ങൾക്ക് ആ ഹോർമോൺ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ ആയതെന്നൊന്നും ഒരിക്കലും എവിടെയും പറയരുത്. കാരണം അത് തെറ്റാണ്. കാരണം അങ്ങനെ ജീവിച്ച, ആ സമൂഹത്തിൽ ജീവിച്ച പല പല വ്യക്തികളുണ്ട് ഈ നാട്ടിൽ ഉണ്ട്. ഞാൻ ഒരിക്കലും അവർക്ക് എതിരുമല്ല. പിന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിത രീതിയിൽ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പ്രതികരിക്കും. ആരായും പ്രതികരിക്കുന്നു. കാരണം നമ്മൾ ആ വീട്ടിലുണ്ടാകുന്ന ആൾക്കാർ നാളെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തും ആൾക്കാർ പല രീതിയിൽ. പല ആൾക്കാരും ഒറ്റപ്പെടുത്തും. കാരണം ജീവിതത്തിൽ പല അനുഭവങ്ങൾ ലൈഫിലുണ്ടായത് കൊണ്ടാണ് ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്യുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. കാരണം നമ്മുടെ വീട്ടിൽ ആ ഒരു അനുഭവം വരുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ എത്രത്തോളം പെയിൻഫുള്ളാണെന്ന്. നമുക്ക് വേഷം കെട്ടൽ പലതും ചെയ്യാം, പക്ഷേ ഓരോ ആൾക്കാരുടെ ഫാമിലിയിൽ ചെന്ന് ആവരുത് ആ വേഷം കെട്ടൽ. അത് മോശമാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീൻ എന്താണെന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് മാറാം. പക്ഷേ ഇതൊന്നും അറിയാത്തൊരു ഫാമിലി ചെന്ന് ആക്കരുത്, അത് മോശമാണ്. ആ മോശം അങ്ങനെയാണെന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങളെന്നെ വേറെ തെറ്റിദ്ധരിക്കുകയും ചെയ്യേണ്ട. കാരണം ഞാൻ ഒരിക്കലും ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് എതിരായ ഒരു വ്യക്തിയല്ല. കാരണം എനിക്കവരെ ഇഷ്ടമാണ്. പല രീതിയിലും പല കഷ്ടപ്പാടും പല ദുരിതങ്ങളും അനുഭവിച്ച് അവർ ജീവിതത്തിൽ എത്തി നിൽക്കുന്ന, പല ഉയർച്ചയിലെത്തി നിൽക്കുന്ന ആൾക്കാരെ അറിയാം. പക്ഷെ ഒരിക്കലും ഞാൻ അവർക്കെതിരല്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നൊരു പെയിൻ മാത്രമാണ് ഞാനീ പറഞ്ഞത്. അത് എന്താ പറയുക, അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതറിയുള്ളൂ. പുറത്തു നിന്ന് കാണുന്ന ആൾക്കാർക്ക് അതെന്താണെന്ന് അറിയില്ല. പിന്നെ ജാസി ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, ജാസിയുടെ പാർട്ട്ണർ ഉമ്മാക്ക് ജാസി കല്യാണം കഴിച്ച് മക്കളാവണം അല്ലെങ്കിൽ മക്കളായി കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അതവരുടെ വംശമാണ്.
അതവർക്ക് കാണേണ്ട ആഗ്രഹമുണ്ട്, കാണുമായിരിക്കും, എനിക്കും ഉണ്ട്. എൻ്റെ ഫാമിലിയിൽ എൻ്റെ മകൾ നാളെ ഒരു എന്താ പറയുക ഒരു അമ്മയായി കാണണമെന്നും അവൾ ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കണമെന്നും അവളെ ആൾക്കാർ നല്ല രീതിയിൽ കാണണമെന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. അത് ലോക സഹജമാണ്, ഏതൊരു അമ്മയുടെ ആഗ്രഹമാണ്. അതിനത്ര പുച്ഛത്തോടെ ഇല്ലെങ്കിൽ അതിനെ അങ്ങനെ ഞാൻ അത് ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു അർത്ഥമില്ല. ആ മകനും കൂടി ഇരുന്നാണ് ഈ കോലപ്രസംഗം പോലെ ആ ജാസി ചെയ്യുന്നത്. എനിക്കതല്ലാണ് ഏറ്റവും കൂടുതൽ വിഷമം വന്നത്. കാരണം ഇപ്പോൾ ജാസിയുടെ വീട്ടിൽ ജാസിയുടെ ഉമ്മാക്ക് ഓക്കെ ആയിരിക്കാം, കാരണം അവരത് അവർ കുറേ അനുഭവിച്ചിട്ട് അവരത് ഉൾക്കൊണ്ടായിരിക്കും. പക്ഷേ അതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരും അതങ്ങനെ ആവണമെന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ റോങ്. അവിടെയാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പരാജയവും. അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക. ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി കേട്ടിലില്ലെങ്കിൽ ആ ഒരു ഫാമിലിയെ ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്നതും അതിൽ വന്ന ഓരോ സ്ത്രീകളെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. ഈവൻ സീമ വിനീത്, പല സ്ത്രീകളെ ഞാൻ ഉദാഹരണം അവർ ലൈഫ് കണ്ടിട്ടുണ്ട്. കാരണം അവരെയൊക്കെ ജീവിതം, ഈ സീമ വിനീതിനെയൊക്കെ വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഫ്രണ്ടായിരുന്നു, വർഷങ്ങളായിട്ട് ഞാൻ അവരെയും കണ്ടിട്ടുണ്ട്, അവരുടെ വീഡിയോകളും കണ്ടിട്ടുണ്ട്. ഓരോ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അവരുടെ ജീവിതം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ സത്യം തന്നെയാണ്. കാരണം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയും ഇന്നുണ്ടായ സാധനമല്ലല്ലോ. കാരണം ഇതൊക്കെ ഇവിടെ ഉണ്ടായതും ഫേസ്ബുക്ക് ഉണ്ടായതും വർഷങ്ങളായി. അവർ ഈ വർഷങ്ങളായാലും ഇവർ ഫേസ്ബുക്കിൽ ഓരോ കാര്യങ്ങൾ കാണിച്ചതും പറഞ്ഞതും ഒക്കെ നമ്മുടെ മെമ്മറിയിൽ ഇരിപ്പുണ്ട്. പിന്നെ ഇപ്പം കാലം മാറിയ പോലെ ഓരോ രീതികളും ഓരോ ആൾക്കാർ മാറി. പിന്നെ ഇതിനെ ഇനി എന്ത് പൊങ്കാല കിട്ടിയാലും എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം ഞാൻ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയാലും പറയും. അത് എനിക്കത് പറയാനുള്ള അധികാരം ഉണ്ടായത് കൊണ്ടും ആണ് ഞാൻ പറയുന്നത്. കാരണം ജീവിതമാണ്, നമ്മൾ ഓരോ അനുഭവങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞാനിത് തുറന്ന് നിങ്ങളോട് പറയുന്നത്. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്, എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം ഈ രണ്ട് വ്യക്തികൾ നടത്തിക്കൂട്ടുന്ന കോലാഹലങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? പല യൂട്യൂബ് ചാനൽ മുമ്പിൽ വന്നിരുന്ന് കാണിക്കുന്നതും പറയുന്നതും എല്ലാം. ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു സ്ത്രീ തന്നെയാണ്. അതിനി ആരെന്തൊക്കെ പറഞ്ഞാലും സ്ത്രീ തന്നെയാണ്. അതിനൊരു മാറ്റവും ഈ ലോകത്തുണ്ടാവില്ല. പിന്നെ സ്ത്രീ പുരുഷനാവുന്നു, പുരുഷൻ സ്ത്രീയാവുന്നു, അതൊക്കെ വേറെ ജെൻഡറാണ്, വേറെ ലെവലാണ്. ഒരിക്കലും ഒരു സ്ത്രീക്ക് ഒരു യഥാർത്ഥ പുരുഷനാവാൻ പറ്റില്ല. അതുപോലെ ഒരു പുരുഷനും യഥാർത്ഥ സ്ത്രീയാവാൻ പറ്റില്ല. സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീകൾ അനുഭവിക്കുന്ന കുറേ കടമ്പകളുണ്ട്. ഇതിനി ആർക്കും കേട്ടതുകൊണ്ട് വേറെ ഒന്നും തോന്നരുത്. കാരണം ഞാൻ ഒരു പൂർണ്ണ സ്ത്രീയാണ്. ഞാൻ അനുഭവിച്ചു വന്ന കാര്യങ്ങളും ഞാൻ എൻ്റെ ശാരീരികമായിട്ട് അനുഭവിച്ച കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊരു സർജറി കൊണ്ടോ ഇല്ലെങ്കിൽ തീരുന്ന പ്രശ്നങ്ങളല്ല ജീവിതത്തിൽ. ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഒരു പൂർണ്ണ സ്ത്രീയിലെത്തുന്ന സമയം വരെ ഇപ്പോഴും ശാരീരികമായി അനുഭവിച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതൊരു സർജറി കൊണ്ട് തീരുന്നതോ ഇല്ലെങ്കിൽ ഒരു ഇതുകൊണ്ട് തീരുന്നതോ കാര്യങ്ങളല്ല. അത് എപ്പോഴും നിങ്ങളത് മനസ്സിലാക്കുക. പിന്നെ ഞാൻ ഒരിക്കലും ഈ ഒരു കമ്മ്യൂണിറ്റിയോട് ഒരിക്കലും വെറുപ്പുമില്ല, വിദ്വേഷവുമില്ല. കാരണം വിഷമമുണ്ട്. കാരണം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല അനുഭവങ്ങളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. അന്നേരം ഈ ഒരു ഇത് കാരണമാണല്ലോ നമ്മളും അനുഭവിക്കേണ്ട വന്നേന്ന് ഓർത്തൊരു വിഷമമുണ്ട്. സീരിയസ്ലി പറയാം, അത് വിഷമമില്ലാതില്ല, വിഷമമുണ്ട്. അപ്പം ഇന്ന് എനിക്ക് പറയാനുള്ള ഈ വാക്കാണ്. നിങ്ങളിതിൽ ആൾക്കാർ എന്തൊക്കെ ഇനി പറയാൻ പോകണമെന്നും എനിക്ക് ഉറപ്പുണ്ട്. കാരണം അതിന് നിങ്ങൾ ചോദിക്കാൻ പോകുന്ന അതിന് ഉത്തരവും ഞാൻ തരാൻ ബാധ്യസ്ഥയാണ്. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ സൈന്ധവിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചാലും അതിനും ഉത്തരവും എൻ്റെ കയ്യിലുണ്ട്. കാരണം അനുഭവമാണ്, ജീവിതമാണ്. കാരണം ഇന്ന് ഈ വീഡിയോ ഞാൻ പറയല്ല, ഞാൻ ഈ 2012 തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്. ഞാൻ ഒരിക്കലും യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല. വല്ലപ്പോഴും വന്ന് എന്തെങ്കിലും ചെയ്യും, പോകും, പിന്നെ അത് തുറന്നു നോക്കാറ് പോലുമില്ല. അങ്ങനൊരു വ്യക്തിയായിരുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് നമ്മൾ എവിടെയും കൊണ്ട് എത്തിക്കുന്നത്. അതാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഓരോ ചേഞ്ചസ് വരുത്തിയതും. നമ്മൾ കുറേ വിഷമിക്കുന്നുണ്ട്, ഇന്നും കുറേ വിഷമിക്കുന്നുണ്ട്, കുറേ ടെൻഷനുണ്ട്. കാരണം സമൂഹത്തിലുള്ള ഓരോ മനുഷ്യരും ചിന്തിക്കുന്ന പല രീതിയിലാണ്, ജീവിതം കാണുന്ന പല കാഴ്ചപ്പാടിലാണ്. അതാണ് വിഷമം.
കാരണം നമ്മുടെ കുടുംബത്തിലുണ്ടായ ഓരോരു വ്യക്തി ഒറ്റ ഒരു വ്യക്തി ചെയ്ത തെറ്റ് എത്രത്തോളം വലുതാണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല, ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ അവരെ വശത്ത് നോക്കുമ്പോൾ അവർ ചെയ്തത് ശരിയാണ്, പക്ഷെ മറുവശത്ത് ഫാമിലിയുടെ കാര്യം ചിന്തിക്കുമ്പോൾ അവർ ചെയ്തത് ശരിയാണോ എന്ന് അവരെപ്പോഴും ആലോചിക്കണം. കാരണം നമ്മൾ ഓരോ മക്കളെയും വളർത്തുന്നത് കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാൻ നമ്മൾ കൊണ്ടു കടന്ന് പൊന്നുപോലെ പോറ്റി വളർത്തി ഈ സമൂഹത്തിൽ അവരൊരു നിലയ്ക്ക് ഇതുകൊണ്ട് എത്തിച്ച് നിർത്തുമ്പം അവരുടെ മൈൻഡ് അങ്ങനെയാണ്, അവരുടെ ഇതാണെന്നും പറഞ്ഞിട്ട് പോകുന്ന മക്കളുമാരുടെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അന്നേരം ആ പേരൻസ് അനുഭവിക്കുന്ന വിഷമവും അവരനുഭവിക്കുന്ന നാണക്കേടും അല്ലെങ്കിൽ അവർ സമൂഹത്തെ എങ്ങനെ നേരിടുമെന്ന് ചിന്തിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഫീലിങ്സ് ഒന്നും ഇത് മനസ്സിലാക്കത്തേ ഇല്ല. അവർ പറക്കമുറ്റാറായപ്പോൾ അവർ ചിന്തിക്കും എൻ്റെ മൈൻഡ് ഇതാണ്, എനിക്കിതാണ് എൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞങ്ങ് ഒഴിഞ്ഞു മാറും. അപ്പം എന്നിത് പറയാൻ ഇതാണ് കാരണം ഇതിനെക്കുറിച്ച് ഞാൻ ഇനിയും സംസാരിക്കും, തീർച്ചയായിട്ടും സംസാരിക്കും. അപ്പം എല്ലാവരും സന്തോഷ സമാധാനത്തോടെ ഇരിക്കും. എന്താണെനിക്ക് മനുഷ്യരെല്ലാവരും ഒരുപോലെ കണ്ടുകൂടെയെന്ന്. മനുഷ്യരെല്ലാവരും നമ്മൾ ഒരുപോലെ തന്നെ കാണണം, അത് സത്യം തന്നെയാണ്. പക്ഷെ ചിലത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ലെവലാവും. അത് എന്താ പറയുക, ഞാൻ എൻ്റെ ഫാമിലിയെ സ്നേഹിച്ചിരുന്നു. എൻ്റെ അമ്മ, എൻ്റെ അപ്പ, എൻ്റെ സഹോദരങ്ങൾ, അവരെ ഞാൻ സ്നേഹിച്ചിരുന്നു. പക്ഷേ നമുക്ക് ആ സ്നേഹം കിട്ടണം എന്ന് പറയുന്നത് വാശി തന്നെയാണ്. കാരണം നമ്മളങ്ങനെ സ്നേഹിച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ജീവിതം അതേപോലെ നിൽക്കുന്നത്. നമ്മുടെ മക്കളും നമ്മളെ സ്നേഹിക്കണം, നമ്മൾ വാശി പിടിക്കേണ്ട എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഞാൻ അങ്ങനെ ഒരു അമ്മയാണ്, ഒരിക്കലും അതിലൊരു തെറ്റില്ല. നമ്മുടെ മക്കളുടെ ജീവിതം നന്നാവണമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അത് നമ്മുടെ അവകാശമാണത്. കാരണം നമ്മൾ ഈ ലോകത്ത് അവരെ നോക്കി വളർത്തി പോറ്റി വളർത്തി അവർക്ക് ഒരു ലെവൽ എത്തുന്നിടം വരെ അവരെ കൈ പിടിച്ചാണ് നമ്മൾ നടന്നത്. അത് ആ കൈ പിടിച്ച് നടന്നു കഴിഞ്ഞിട്ട് പറയുകയാണ് ഇനി എൻ്റെ മൈൻഡ് അനുസരിച്ച് ഞാൻ ജീവിച്ചോളാം, ഞാൻ പറന്നോളാം എന്ന് പറയുമ്പം അതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുക? എനിക്ക് പറ്റില്ല. അതുവരെ നമ്മുടെ തണലും നമ്മുടെ മരത്തിൻ്റെ കീഴിൽ ഇവർക്ക് ഇരിക്കാമായിരുന്നു. അത് കഴിഞ്ഞ് എവിടെയോ നിന്ന് കണ്ട ഏതോ ഒരാൾക്കാരുടെ തണലിന് വേണ്ടിയിട്ട് പറന്നു പോവാം. പക്ഷേ ആ തണൽ ആ ഫാമിലി അനുഭവിച്ച ദുരിതങ്ങളും ആ വേദനകളും മനസ്സിലാക്കിയതാണെങ്കിൽ തീർച്ചയായിട്ടും വേറൊരു ഫാമിലി ചെന്നൊരു ഇഷ്യൂസ് ഉണ്ടാക്കാതെ അവരുടെ ജീൻ അതാണ്, ഇല്ലെങ്കിൽ അവരതാണെന്ന് വിചാരിച്ച് ആ ലെവൽ അങ്ങ് പോകണം. അല്ലാതെ വേറൊരു ഫാമിലിയോട് ചെന്ന് കയറി അവർക്കിട്ട് വലിയ രാപ്പ് വെച്ച് കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ മോശമാണ്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിക്കോ ഞാൻ എന്തുകൊണ്ടാണ് ഇതിനൊക്കെ എതിർത്തതെന്നും എന്തുകൊണ്ടാണ് ഇതിനൊരു വീഡിയോ ചെയ്തതെന്നും ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ. കാരണം ഞാൻ സമൂഹത്തെ ഒത്തിരി പേടിക്കുന്നതും ബഹുമാനിക്കുന്നതും വ്യക്തിയാണ്. എനിക്ക് സമൂഹം എന്ന് പറഞ്ഞാൽ പേടിയാണ്, അതുപോലെ ബഹുമാനമാണ്. കാരണം നമ്മൾ നാളെ പുറത്തിറങ്ങിപ്പോയാൽ നമ്മളൊരാൾ ഞൂണ്ടി നമ്മളെ ശൂശു പറയുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ആരെയും അങ്ങനെ പറയാറില്ല. അന്നേരം ഞാനും പോകുമ്പം എന്നെ ആൾക്കാർ അങ്ങനെ നോക്കി പറയരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അപ്പോൾ എല്ലാവരും സന്തോഷ സമാധാനത്തോടെ ഇരിക്കണം, ഇതാണ് എൻ്റെ ആഗ്രഹവും. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.